നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം സ്വന്തമായുള്ള താരമാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ മേക്ക് ഓവർ മിക്കപ്പോഴും ആരാധകർക്കിടയിലെ ചർച്ചയാണ്. പ്രായം കൂടുന്തോറും മഞ്ജു ചെറുപ്പമാകുന്നു എന്നാണ് ആരാധകർ പറയാറ്. 45-കാരിയുടെ ജ്വലിക്കുന്ന സ്ക്രീൻ പ്രസൻസ് പലരെയും അത്ഭുതപ്പെടുത്തുന്നു. സിനിമയിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന മഞ്ജു ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുക പതിവാണ്. വല്ലപ്പോഴുമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും ഭൂരിഭാഗം അവസരങ്ങളിലും അത് വലിയ രീതിയിൽ വൈറലാവുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് നാം എല്ലാവരും കാണുന്നത്. സിനിമയിലേക്കുള്ള രണ്ടാം വരവിൽ അഭിനയത്തിനപ്പുറം തന്റെ ജീവിതം കൊണ്ട് ആരാധകരെ അത്ഭുതപ്പെടുത്തുകയാണ് നടി. ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ദുഃഖപുത്രിയായി ജീവിതം തള്ളി നീക്കാതെ നഷ്ടപ്പെട്ടത് ഓരോന്നും തിരിച്ചുപിടിക്കുകയാണ് നടി. നൃത്തത്തിലൂടെ തുടങ്ങിയ അഭിനയത്തിൽ സജീവമായി മഞ്ജു ഇപ്പോൾ താൻ ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. യാത്രകളും റൈഡിങ്ങും ഒക്കെയായി ജീവിതം മഞ്ജു യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം തമിഴിൽ വീണ്ടും ഒരു മഞ്ജു വാര്യർ സിനിമ റിലീസിനെത്തുകയാണ്. ആരെയും പ്രധാന വേഷത്തിലെത്തുന്ന മിസ്റ്റർ എക്സ് എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് മഞ്ജു ഇപ്പോൾ. അസുരനും വേട്ടയനും ശേഷം വലിയൊരു ആരാധക വൃന്ദം തന്നെ തമിഴിലും മഞ്ജുവിനുണ്ട്. കുട്ടിക്കാലം മുതൽ സിനിമ കാണാറുണ്ടായിരുന്നു. കുടുംബമായാണ് സിനിമയ്ക്ക് പോയിരുന്നത്. ഒരിക്കൽ കണ്ട സിനിമ വീണ്ടും ആവർത്തിച്ചു കാണുമായിരുന്നു. പക്ഷെ 5 വയസ്സാകും വരെ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത് എനിക്ക് ഭയമായിരുന്നു. അച്ഛനും അമ്മയും നിർബന്ധിച്ചാണ് എന്നെ കൊണ്ടുപോയിരുന്നത്. ചേട്ടൻ ഞാൻ ചെറുതായിരിക്കുമ്പോൾ മുതൽ ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ് പഠിച്ചിരുന്നത്. എനിക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമോ എന്ന് കരുതിയാകും മാതാപിതാക്കൾ എന്നെയും കൂട്ടി സിനിമയ്ക്ക് പോയിരുന്നത്. എന്നെ എൻഗേജ്ഡ് ആക്കി ഇരുത്തണമെന്ന് തോന്നിക്കാണും. സിനിമ എപ്പോൾ മുതലാണ് ജീവിതത്തിന്റെ ഭാഗമായതെന്ന് വിവരിച്ച് മഞ്ജു പറയുന്നുണ്ട്. എന്നെ എൻഗേജ്ഡ് ആക്കി ഇരുത്തണമെന്ന് തോന്നിക്കാണും. സിനിമ എപ്പോൾ മുതലാണ് ജീവിതത്തിന്റെ ഭാഗമായതെന്ന് വിവരിച്ച് മഞ്ജു പറയുന്നുണ്ട്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടൻ അജിത്തിനൊപ്പം ലഡാക്കിലേക്ക് ബൈക്ക് റൈഡ് നടത്തിയപ്പോഴുള്ള അനുഭവം മഞ്ജു വാര്യർ പങ്കുവച്ചത്. അജിത് സാറിനൊപ്പം റൈഡ് പോകുമ്പോൾ റോഡ് സൈഡിലെ കടകളിൽ നിന്നും എന്ത് ഭക്ഷണം ലഭിക്കുമോ അതാണ് വാങ്ങി കഴിച്ചിരുന്നത്. അദ്ദേഹത്തോടൊപ്പമുള്ള ആ ട്രിപ്പ് ഒരു ഐ ഓപ്പണിംഗ് തന്നെയായിരുന്നു. മുൻപ് കാറിൽ ലഡാക്കിലെ ആ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൈക്കിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ചണ്ഡീഗഡിൽ നിന്നുമാണ് ട്രിപ്പ് ആരംഭിച്ചത്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലഡാക്കിൽ നിന്നാണ് അവരുടെ സംഘത്തിൽ ചേർന്നത്. 14 ദിവസം അവർക്കൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. ബൈക്ക് ഓടിക്കാൻ നേരത്തെ മുതൽ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ലൈസൻസ് എടുത്തിരുന്നില്ല. അവർ പ്രൊഫഷണൽ റൈഡേഴ്സ് ആയിരുന്നു. ഞാൻ വളരെ പതുക്കെയാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. ആ ബൈക്ക് ഓടിക്കുക വളരെ പ്രയാസകരമായ ജോലിയാണ്. ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ് ആ ബൈക്ക് മാനേജ് ചെയ്യാൻ. സൈഡിലും വളരെ വലുതാണ്. അജിത് സാർ ആദ്യം എന്നെ പഠിപ്പിച്ചത് ആ ബൈക്ക് മറിഞ്ഞാൽ എങ്ങനെ ചാടി രക്ഷപ്പെടാം എന്നതാണ്. ബൈക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വീണാൽ സാരമായി പരിക്കേൽക്കും. പക്ഷേ ആ ബൈക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറിഞ്ഞു വീണാലും റൈഡർക്ക് പരിക്കേൽക്കാത്ത തരത്തിലാണ്. ലൈസൻസ് ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ അന്ന് ആ ട്രിപ്പിൽ ബൈക്ക് ഓടിച്ചിരുന്നില്ല. 2022-ലായിരുന്നു ആ ട്രിപ്പ്. ആ യാത്ര എങ്ങനെയാണ് എന്റെ കണ്ണ് തുറപ്പിച്ചതെന്ന് വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. യാത്ര പോയാൽ മാത്രമേ മനസ്സിലാകൂ. വളരെ മാജിക്കലായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ ഇമോഷൻസ് വരും. ട്രിപ്പ് കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ ലൈസൻസ് എടുത്തു. അതുപോലൊരു ബൈക്ക് സ്വന്തമായി വാങ്ങുകയും ചെയ്തു. സിറ്റി ട്രാഫിക്കിൽ ആ ബൈക്കുമായി യാത്ര ചെയ്യുക എന്നത് പ്രയാസകരമായ ഒന്നാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. അഭിനയിക്കുന്ന തമിഴ് സിനിമകളിൽ ഡബ്ബ് ചെയ്യുന്നതിന് പിന്നിലെ കാരണവും നടി വ്യക്തമാക്കി. ചെയ്യുന്ന ജോലിയിൽ പക്ക ആയിരിക്കണമെന്ന നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് 200% എഫേർട്ടും ചെയ്യുന്ന ജോലിയിലിടും. ഡയലോഗുകൾ പെട്ടെന്ന് പഠിക്കുന്നുവെങ്കിൽ ഞാൻ കാരണം ഷൂട്ടിംഗ് ഡിലേ ആകരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. അതേസമയം ഒരു കാലത്ത് മലയാളത്തിലെ ഹിറ്റ് താര ജോഡിയായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. 1998-ൽ ഇരുവരും വിവാഹിതരായതിന് പിന്നാലെ മഞ്ജു വാര്യർ അഭിനയത്തിൽ നിന്നും മാറി നിന്നു. ഏകദേശം 17 വർഷത്തോളമാണ് മഞ്ജു സിനിമയിൽ നിന്നും അകന്നു നിന്നത്. എന്തുകൊണ്ട് മഞ്ജു അഭിനയിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മകളെയും കുടുംബത്തെയും നോക്കാൻ വേണ്ടിയാണ് മഞ്ജു മാറി നിൽക്കുന്നത് എന്നാണ് ദിലീപ് മറുപടി നൽകിയിട്ടുള്ളത്. 2015-ലാണ് മഞ്ജു വാര്യരും ദിലീപും നിയമപരമായി വേർപിരിയുന്നത്. എന്നാൽ ഇരുവരുടെയും വിവാഹമോചന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. എന്തുകൊണ്ട് തങ്ങൾ പിരിഞ്ഞു എന്നതിന് ഒരിക്കൽ പോലും താരങ്ങൾ മനസ്സ് തുറന്നിട്ടില്ല. തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാണ് വിവാഹമോചനത്തിന് പിന്നിലെന്നാണ് ദിലീപും മഞ്ജുവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തി. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ്. നിലവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സജീവമാണ് മഞ്ജു വാര്യർ. ഏകദേശം 17 വർഷത്തോളമാണ് മഞ്ജു സിനിമയിൽ നിന്നും അകന്നു നിന്നത്. എന്തുകൊണ്ട് മഞ്ജു അഭിനയിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മകളെയും കുടുംബത്തെയും നോക്കാൻ വേണ്ടിയാണ് മഞ്ജു മാറി നിൽക്കുന്നത് എന്നാണ് ദിലീപ് മറുപടി നൽകിയിട്ടുള്ളത്. You're watching me on metromatney.com. on metromatney.com. metromatney.com.
metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.